Hi viewers, now we are going to discuss about the qualities of hypothesis. What is a good hypothesis? What are the criteria for judging it? An acceptable hypothesis should fulfill following criteria or qualities. എന്താണ് ഒരു നല്ല ഹൈപ്പോത്തസിസ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ ജഡ്ജ് ചെയ്യുന്നത്? ഒരു നല്ല ഹൈപ്പോത്തസിന് താഴെ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എ ഹൈപ്പോത്തസിസ് ഷുഡ് ബി കോൺസെപ്ച്വലി ക്ലിയർ. A hypothesis should consist of clearly defined and understandable concepts. ഒരു ഹൈപ്പോത്തസിനകത്ത് കോൺസെപ്ച്വലി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ധാരാളം കോൺസെപ്റ്റുകളുണ്ട്. അവയിൽ നിന്നുമാണ് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ആ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെയും അത് മനസ്സിലാക്കണം, എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്. അത് കാണുന്ന ആൾക്കത് ക്ലിയർ ആയിരിക്കണം. വളരെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്ത് ആർക്കും കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള കോൺസെപ്റ്റുകളായിരിക്കണം ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉണ്ടാവേണ്ടുന്നത്. കാര്യം ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു അസംഷൻ, ഒരു ഊഹമാണ്. എങ്കിൽ പോലും അതിനകത്ത് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഊഹാപോഹം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ എഴുതി വയ്ക്കുന്നതല്ല. കോൺസെപ്റ്റുകളിൽ നിന്നുമാണ് ആ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടുന്നത്. ദെൻ എ ഹൈപ്പോത്തസിസ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് എക്സ്പ്ലെയിൻ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈപ്പോത്തസിസിനകത്തെല്ലാം തന്നെ വേരിയബിൾസ് ഉണ്ടാകും. For example, price and demand. An increase in price will decrease the demand. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് ഏതൊക്കെയാണ് വേരിയബിൾസ് ഉള്ളത്? പ്രൈസുമുണ്ട്, ഡിമാൻഡുമുണ്ട്. അതിൻ്റെ റിലേഷൻഷിപ്പാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. അപ്പോൾ ഞാൻ മുമ്പ് കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ടൈപ്സ് ഹൈപ്പോത്തസിസ് പഠിച്ചപ്പോൾ അതിനകത്തെല്ലാം നിങ്ങൾ നോക്കിയാൽ അറിയാം. അതിനകത്ത് കോൺസെപ്റ്റ് ഉണ്ട്, അതിനകത്ത് വേരിയബിൾസ് ഉണ്ട്. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടുന്നത്. അതങ്ങനെയാണോ ആ റിലേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. എ ഹൈപ്പോത്തസിസ് ഷുഡ് ബി ടെസ്റ്റബിൾ and should not be a moral judgment. It should be possible to collect empirical evidences to test the hypothesis. ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റബിൾ ആയിരിക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ട് അത് അങ്ങനെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാനും സാധിക്കുകയുള്ളൂ. ഒരു മോറൽ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യുവാനുള്ള എംപിരിക്കൽ എവിഡൻസസ് കളക്ട് ചെയ്യണം. അതാണ് നമ്മൾ ക്വസ്റ്റ്യനെയറൊക്കെ തയ്യാറാക്കി കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാലും അത് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു നല്ല ഹൈപ്പോത്തസിസ് ആകുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയ്റ്റ് ദെയർ വർക്കേഴ്സ്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതൊരിക്കലും ഒരു നല്ല ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് റിസർച്ചറിൻ്റെ ഒരു മോറൽ ജഡ്ജ്മെൻറ്റിലൂടെ, റിസർച്ചറിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഉള്ള ഒരു ഹൈപ്പോത്തസിസ് ആണത്. അപ്പോൾ അതിനെ പ്രൂവ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു റിസർച്ചർ ചിന്തിക്കുന്ന, റിസർച്ചിൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് മോറൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. റിസർച്ചിൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളല്ല ഹൈപ്പോത്തസിസായിട്ട് തയ്യാറാക്കേണ്ടുന്നത്. ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ എവിഡൻസ് കിട്ടുമെന്ന് ഉറപ്പുള്ള, അതായത് ആ
ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണം ശരിയാണോ തെറ്റാണോ, അതിന് വേണ്ടിയിട്ട് എവിഡൻസ് വേണം, അതിന് വേണ്ടി ഡേറ്റ വേണം. അങ്ങനെ ഡേറ്റ ലഭ്യമാക്കാൻ പറ്റിയ രീതിയിലുള്ള ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് നല്ല ഹൈപ്പോത്തസിസായിട്ട് കരുതപ്പെടുന്നത്. നെക്സ്റ്റ്, എ ഹൈപ്പോത്തസിസ് ഷുഡ് ബി റിലേറ്റഡ് ടു അവൈലബിൾ ടെക്നിക്സ്. ഹൈപ്പോത്തസിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയും അത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അല്ലാതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ട് കാര്യമില്ല. ധാരാളം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ റിസർച്ചിനകത്ത് അനാലിസിസ് ഒക്കെ നടത്തുന്നത്. അപ്പം അതേപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആ ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കണം. വളരെ വേഗമായിട്ടുള്ള ഒരു എവിഡൻസ് ഒന്നും ഇല്ലാത്തൊരു ഹൈപ്പോത്തസിസിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ എ ഹൈപ്പോത്തസിസ് ഷുഡ് ബി റിലേറ്റഡ് ടു എ ബോഡി ഓഫ് തിയറി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എ സയൻസ് ക്യാൻ ബി ക്യുമുലേറ്റ് ഓൺലി ബൈ ബിൽഡിംഗ് ഓൺ ആൻ എക്സിസ്റ്റിംഗ് ബോഡി ഓഫ് ഫാക്ട്സ് ആൻഡ് തിയറി എന്ന് പറഞ്ഞാൽ സയൻസിനകത്താണ് ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് തിയറിയുടെ അടിസ്ഥാനത്തിനകത്ത് അതിനകത്ത് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു തിയറിയെ അനുസരിച്ചിട്ട് വേണം. അത് മാനേജ്മെൻറ്റിലും അങ്ങനെയാണ്. ചില കാര്യത്തിൽ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടുന്നത്. തിയറി നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. തിയററ്റിക്കൽ റിലവൻസ്, തിയററ്റിക്കൽ സപ്പോർട്ട് ആ ഹൈപ്പോത്തസിസിനുണ്ടായിരിക്കണം. തിയററ്റിക്കൽ റിലവൻസ് ഉള്ള ഹൈപ്പോത്തസിസാണ് നല്ല ഹൈപ്പോത്തസിസായിട്ട് കരുതപ്പെടുന്നത്. അത് പ്രൂവ് ചെയ്യാനും യഥാർത്ഥത്തിൽ എളുപ്പവുമാണ്. എ ഹൈപ്പോത്തസിസ് ഷുഡ് ബി ലോജിക്കലി കൺസിസ്റ്റൻറ്റ്. ലോജിക്കലി കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ യുക്തിസഹജമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ഒരു യുക്തിയും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. എന്തും നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇടാൻ പറ്റില്ല. നമ്മുടെ പഠനവുമായിട്ട് റിലേറ്റഡ് ആണെന്ന് വെച്ചിട്ട് അതിനകത്തൊരു യുക്തി ഉണ്ടായിരിക്കണം. അതിൻ്റെ വേരിയബിൾസിനും അതിൻ്റെ റിലേഷൻഷിപ്പ്, അതിനകത്ത് ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്, അതൊക്കെ യുക്തിസഹജമായിരിക്കണം. ദെൻ a hypothesis should be free from value judgment. That is, objectives should be emphasized. അടുത്തതായിട്ട് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഓരോ റിസർച്ചർക്കും ഓരോ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് ഓരോ കാര്യത്തിനെക്കുറിച്ചും. എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനെക്കുറിച്ചും ഓരോ റിസർച്ചർക്കും ഓരോ തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ടായിരിക്കും. അതെല്ലാം എല്ലാ ആൾക്കാരും അങ്ങനെയല്ല. ഓരോ കാര്യത്തിനും ഓരോ രീതിയിലായിരിക്കും വിലയിരുത്തുക. അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ ഉള്ളതല്ല ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എന്താണോ റിസർച്ചിൻ്റെ പർപ്പസ്, എന്താണോ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്, അത് ഉൾക്കൊള്ളുന്നതായിരിക്കണം അതിൻ്റെ ഹൈപ്പോത്തസിസും. അതാണ് ഫ്രീ ഫ്രം വാല്യൂ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. എന്താണോ റിസർച്ചർ ജഡ്ജ് ചെയ്യുന്നത് അതല്ല ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയേണ്ടുന്നത്. അതിന് ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. എന്താണോ റിസർച്ചിൻ്റെ പർപ്പസ് അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും. ആ ഒരു പർപ്പസ്, ആ ഒരു ലക്ഷ്യം ആ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തും ക്ലിയർ ആയിരിക്കണം. അടുത്തതായിട്ട് എ ഹൈപ്പോത്തസിസ് ഷുഡ് ബി സിമ്പിൾ വൺ റിക്വയറിങ് ഫ്യൂർ കണ്ടീഷൻസ് ഓർ അസംഷൻസ്. ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളായിരിക്കണം. എന്ന് വെച്ചാൽ ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ ഒത്തിരി വേരിയബിൾസ് വരാൻ പാടില്ല. കുറേയേറെ വേരിയബിൾസ് ഇട്ട് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് പ്രൈസിൻ്റെയും ഡിമാൻഡിൻ്റെയും കാര്യം എടുത്തു. അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ധാരാളം വേരിയബിൾസ് ഉണ്ട്, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ധാരാളം വേരിയബിൾസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അല്ല ഒരിക്കലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കേണ്ടുന്നത്. അപ്പോൾ കുറച്ച് വേരിയബിൾസ് അങ്ങനെയാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരേണ്ടുന്നത്. കുറേയേറെ വേരിയബിൾസ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അത്
പ്രൂവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇവിടെ സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതും കൂടെ ആണ് ഇവിടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസും കുറച്ച് അസംഷൻസും എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒത്തിരി വേരിയബിൾസ് വരാൻ പാടില്ല. ആ ഒത്തിരി വേരിയബിൾസിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാകരുത്. അതാണ് പ്യുവർ കണ്ടീഷൻസ് ഓർ അസംഷൻസ് എന്ന് പറയുന്നത്. ഒത്തിരി അസംഷൻസ് ഒന്നും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ പാടില്ല. അതാണ് ഹൈപ്പോത്തസിസ് ഷുഡ് ബി സിമ്പിൾ വൺ റിക്വയറിംഗ് പ്യുവർ കണ്ടീഷൻസ് ഓർ അസംഷൻസ് എന്ന് പറഞ്ഞാൽ. Today's assignment question: what are the qualities of hypothesis?